തന്തേ മോളും കൂടെ എന്താ? മോള് പോയി കിടന്നു, നാളെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ. ചെല്ല. പപ്പാ, എനിക്ക് പറ്റിയ വേഷമൊന്നുമില്ലേ? ഓ ഉണ്ട്. ഒരാൾ അഭിനയിക്കാൻ ഇറങ്ങിയ പ്രശ്നം കൂടെ തീർന്നിട്ടില്ല. ഇനിയിപ്പോ നീയും കൂടെ അഭിനയിക്കാൻ ഇറങ്ങി തന്നെ കുഴപ്പമുള്ളൂ. പോടാ, പോയി പഠിക്ക് പോ. ഓ അസൂയ, ഞാൻ അഭിനയിച്ച സ്റ്റാർ ആയാലോ? ഒരു സ്റ്റാർ. നീ നാളെ സാറിനെ തല്ലി മേടിക്കാൻ നോക്ക്, എന്നിട്ട് സ്റ്റാർ ആവും. സ്റ്റാർ ആവാൻ നോക്കുന്നു. നടന് ചായ കൊടുക്കാൻ കൊണ്ടുവരും, മറ്റുള്ള ചായക്ക് കിടന്ന. വണക്കം. ചേച്ചി മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ. ஹலோ அம்மா, சொல்லுங்கம்மா. சொல்லுடா, சௌக்கியம் தானா? எப்படி இருக்கு புது இடம்? நல்லா இருக்கம்மா, நல்ல அழகான இடம். சாப்பிட்டாச்சா? பொம்பளை ஆர்டிஸ்ட் எப்படி இருக்கு? யாரு? ஹீரோனா? அவ நல்ல அழகான பொண்ணு. ஆனா ஒரு பிரச்சனை, அவ பேச மாட்டா. ஷூட்டிங்ல மட்டும்தான் பேசுவா. என்னம்மா போன்லோட 30, 31, 32 என்னது? என்னடா 36? அது இங்க ஏத்தம் போடுற. என்னது ஏத்தமா? யாரு? சரி கண்ணா, நான் அப்புறமா கூப்பிடுறேன். 39, இல்லனா என்ன திட்டு? 40, 41. டேய் பரதேசி நாயே, பணத்தை சும்மா கொடுத்தேன்னு நினைச்சியா? உங்ககிட்ட பேங்க் வட்டி கூட வாங்கல, அப்ப ஒழுங்கா பணத்தை திருப்பி கொடுக்கல. உங்க வீட்டுல நல்ல விஷயம் நடக்கிறதுக்காக பணத்தை நல்லா சிரிச்சு சிரிச்சு வாங்கிட்டு இப்ப திருப்பி கேட்கும் போது என்ன கசக்குதா? அம்மா மன்னிச்சிடுங்கம்மா, தண்ணி இல்லாம விவசாயம் சரியா நடக்கலம்மா. என் பசங்க கூட எனக்கு உதவி பண்ணல. கூடிய சீக்கிரமாவும் பணத்தை திரும்பி தந்துடுறாமா. ஒரு வாரத்துக்குள்ள பணம் வந்தங்கிட்ட சேரலனா உன் நிலை மட்டும் இல்ல, உன் குடும்பமே இந்த கொடைக்கானல் இருக்காது. புரிஞ்சுதா? சரிம்மா. இவன் கழுத்தை பிடிச்சு வெளியே தள்ளுடா. விட்டுருண்ணா. என்ன மருதுக்கா, என்ன பிரச்சனை? ஒண்ணும் இல்லங்க, வாங்க கோயில் பிரசாதம் வச்சு. வாங்க வாங்க. ഒന്നിറങ്ങിയേ, ദേ കണ്ടില്ലേ പച്ച പുതച്ചുകൊണ്ട് പ്രകൃതി നമുക്ക് പരവതാനി വിരിച്ചിരിക്കുന്നത്. കുറച്ചു നേരം നടന്ന് സംസാരിച്ചാലോ? എനിക്ക് സമയമില്ല, പോകാൻ ധൃതിയുണ്ട്. അന്നെ നമ്മൾ തമ്മിൽ കുറച്ച് നടന്നു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാ. അതിന് എനിക്കെന്താ? നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ലുക്ക് മിസ്റ്റർ, എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടുവന്നതും എന്റെ വീട്ടുകാർക്ക് നിങ്ങളെ ബോധിച്ചെന്നും സത്യം. എന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടുവെന്നോ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നോ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? മാറിന്റെ മുമ്പിൽ നിന്ന്. എനിക്കറിയാടി ഈ മാറ്റത്തിന്റെ കാരണം. അങ്ങനെ ഈ നാട്ടിൽ ഒരു വരത്തം വന്ന് വിലസുകയാണെങ്കിൽ അവനെ ഞാൻ കണ്ടോളാം. നമസ്കാരം. ഭരണം ചേച്ചി. നമസ്കാരം ചേച്ചി. ഇന്ന് അടിച്ചു പൊളിച്ചാണല്ലോ വരവ്. അതെ, എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു വരുന്ന വരവാ. എന്തായാലും പുതിയ പടം പിടിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഒന്നും മറന്നില്ലല്ലോ. അതെങ്ങനെ മറക്കും? പിന്നെ സുഖമായിരിക്കുന്നല്ലോ? സുഖം തന്നെ. ചേച്ചി റെഡി ആയിക്കോ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എവിടെയാ മേക്കപ്പ് റൂം? സരസ, എന്റെ ലഗേജ് വണ്ടിയിലുണ്ട്. ചേച്ചി വന്ന് കേറുന്നതിന് മുമ്പ് ആരായി കഥകിന് മുട്ടുന്നേ? എന്ത് കഷ്ടമായത്. എന്താ ചേച്ചി ഇത് റെഡിയായില്ലേ?
ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. മനുഷ്യന് സമയം തരില്ലേ? പുറത്തെല്ലാരും വെയിറ്റിംഗിലാ. ഞാൻ ഉടനെ വന്നേക്കാം. മോൻ പൊയ്ക്കോ. ശരി ചേച്ചി. നല്ല സംഭവങ്ങളാണ്. അടി നമസ്കാരം സാർ. എന്താ സുമാറാണി എത്താൻ വൈകിയത്? അത് പിന്നെ എനിക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു സാർ. ഓക്കെ, നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ സാർ. വന്നേ. ഓ എന്നാ ഇവിടെ? അല്ല, എന്റെ വേഷത്തിന്റെ കാര്യം അതല്ല, ഞാൻ ശരിയാക്കി തരാം. വാ, അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് വേഷം തന്നാ മതി. അങ്ങോട്ട്. ആ അല്ല, അത് ഞാൻ റെഡിയാന്ന് ഡയറക്ടറോട് പറഞ്ഞാലേ. പണിയായിട്ട് വരും. സാറേ, എന്റെ വേഷത്തിന്റെ കാര്യം എന്തായി? നീ മേക്കപ്പ് ഇട്ടില്ലല്ലോ. മേക്കപ്പ് ഒക്കെ എപ്പോ ഇട്ടതാ? ഇയാളെ ഇവിടെ കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. ഡയറക്ടർ പറഞ്ഞു വിട്ടതാ എസ്ഐയുടെ വേഷം ചെയ്യും. ക്യാഷ് മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവോ? ഇല്ല സാർ, അത്താഴപ്പട്ടിന് കാരണം. താൻ എന്താണോ പറഞ്ഞു? സാറേ, ഇയാളെന്തോ പറഞ്ഞല്ലോ സാറേ. അല്ല, സാർ പറയാനുള്ള പറഞ്ഞോ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. ഏത് പോറ്റി? നിങ്ങളുടെ ഉദ്ദേശം എന്നാ? വേണോ? എന്താ ഇയാൾ ഇത് വന്ന് പറയാൻ ഇയാളാരാ? അല്ല, ഈ പുള്ളി ആരാന്ന് പറ. അല്ല, എനിക്ക് ഒന്നും അറിയണ്ട. എന്റെ പൈസ കേട്ടാ വേണു. വെള്ളം വേണ്ട. നിങ്ങൾ ഈ പൈസയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നേ. അമൈതി. അത് മതി. മോക്ക് ഈ ആന്റിയോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? പിണക്കോ? ആന്റിയോടോ? എന്തിന്? അല്ല, നീ ഇപ്പം ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരാറില്ലല്ലോ. സമയം കിട്ടാറില്ല ആന്റി. സമയം കിട്ടാത്തതോ അതോ മോടെ അച്ഛൻ വിടാത്തതോ? ഏയ്, അച്ഛനൊന്നും പറയില്ല. ശരി പോറ്റി ചേട്ടാ, ശരി. ആന്റി, എന്താ മെനു? അയ്യോ മനു, അവനെ മോൻ അറിയോ? അയ്യോ, ആന്റി അതല്ല. ഓ, ആന്റി അതല്ല. മോനാ തടി അനങ്ങി ഒരു പണിയും ചെയ്യില്ല. ഇപ്പൊ രാഷ്ട്രീയത്തിലാ. ആന്റി, മനു അല്ല, മെനു. എനിക്ക് വെജിറ്റബിൾ മതി. അയ്യോ, അതായിരുന്നു ആ കാര്യം. ഞാൻ ഏറ്റു. പെട്ടെന്നായതുകൊണ്ടേ മറന്നുപോയതാ. വെജിറ്റബിൾ സരസേട്ടാ. ഓ, അതാണ് സാർ. എന്താ സാർ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടനെ ഇവിടെ ഇരിക്കെ. പറഞ്ഞാ മതി സാർ. എനിക്ക് 2 ലക്ഷം രൂപ ആവശ്യമുണ്ട്. നാട്ടിലേക്ക് അയക്കാനാ. അതൊന്ന് പെട്ടെന്ന് റെഡിയാക്ക്. അടുത്ത ആഴ്ച പോരെ സാർ, കുറെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനുണ്ട്. ആണോ? ഓക്കെ, അങ്ങനെ ആവട്ടെ. ഇല്ല സാർ, അടുത്ത ആഴ്ച ഉറപ്പായിട്ടും തരാം. ഓക്കെ. സരസേട്ടാ, എന്താ പ്രശ്നം? ചേട്ടൻ ആകെ ടെൻഷനിലാണല്ലോ. അല്ല മോളെ, കനകരാജ് സാറിന് കാശ് എവിടുന്നോ കുറെ വരാനുണ്ട്. ഇവിടെ ആകെപ്പാടെ തകടം മറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹീറോ എന്താ പറഞ്ഞത്? അയാൾക്ക് ഉടൻ 2 ലക്ഷം രൂപ വേണമെന്ന്. അല്ല, ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പേ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞില്ല. അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. നാളെ കൊടുക്കാന്ന് പറഞ്ഞേക്ക്. അതെങ്ങനെ? മതി, ഇങ്ങനെ കുടിച്ച് നശിക്കണ്ട. നശിക്കട്ടെ ജാനകി, എല്ലാം നശിക്കട്ടെ. ഇതാ കുഴപ്പം. ശകലം ഉള്ളി ചെന്നാ പിന്നെ കരച്ചിലായി, പിടിച്ചിലായി, ഫ്ലാഷ് ബാക്ക് ആയി. എന്റെ ആദ്യ പടത്തിൽ നായികയായിട്ട് അഭിനയിക്കാൻ വന്നാണ് നീ. ആ പടം നടന്നുമില്ല, നിനക്ക് നായികയായിട്ട് അഭിനയിക്കാനും പറ്റിയില്ല.